വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മൾ തിരിച്ച് നാട്ടിലെത്തി. ഇപ്പോൾ അത്യാവശ്യം എൻ്റെ ബ്രീത്തിങ് ആണെങ്കിലും മറ്റേ മൂക്കൊലിപ്പ് പരിപാടിയാണെങ്കിലും അത്യാവശ്യം സ്റ്റോപ്പായിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ക്ലൈമറ്റ് മാറിയതിൻ്റെ തന്നെയാണ്. ഇപ്പോഴും എങ്കിലും ചെറുതായിട്ടൊരു ശ്വാസമുട്ട് പോലെ ചെറുതായിട്ട് കിടപ്പുണ്ട്. പയ്യെ മാറുമായിരിക്കണം. പക്ഷേ എനിക്ക് ബാക്കി ഈ മൂക്കൊലിപ്പ് അങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യം സ്റ്റോപ്പായിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ തൊട്ട് ഞാനിപ്പോൾ നോക്കുന്നത് നമ്മുടെ പഴയ ഒരു പൂച്ച. അവൾക്ക് നമ്മളെ കാണാൻ വലിയ മൈൻഡ് ഇല്ലായിരുന്നു വന്നപ്പോൾ. ഇതിൻ്റെ ക്യാമറയ്ക്ക് എന്തോ സീനുണ്ടല്ലോ, ഒരു മിനിറ്റ്. ഓക്കെ, വലിയ മൈൻഡ് ഇല്ലായിരുന്നു. എങ്ങനെയോ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ എവിടെയോ പുറത്ത് പോയി. അപ്പോൾ അതിനെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു പട്ടിക്കുട്ടനുണ്ട് ഇവിടെ, അത് കിടന്നുറങ്ങുവാന്ന് തോന്നുന്നു. ഇപ്പോൾ ഗ്രാജുവലി നമ്മൾ പയ്യെ ഇനി എല്ലാം കാണിച്ചു തരാം. ഇനിയിപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ പുറത്തെടുക്കണം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ ജിമ്മൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വീട്ടിൽ തന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിരിക്കണം. പയ്യെ നമുക്കൊരു ജിമ്മ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യലി മറ്റൊരു ബോഡി ബിൽഡർ. ഇനിയാണ് നമ്മൾ യഥാർത്ഥ ഡയറ്റ് തുടങ്ങുന്നത്. ഓക്കെ, എന്താണ് യഥാർത്ഥ ഡയറ്റ്? 2 പേരുണ്ട് വീട്ടിൽ. അപ്പോൾ 4 മുട്ട വെച്ചിട്ടുണ്ട്. നമുക്ക് 2 പേർക്ക് വന്ന് പ്രതീക്ഷിക്കുന്നു. കപ്പ ബീഫ്. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് തുടങ്ങാം. തൽക്കാലം മെഷറിംഗ് ഒന്നുമില്ല. ഇനി എല്ലാം വെയിങ് സ്കെയിലെല്ലാം ഒന്നൊന്ന് സെറ്റ് ചെയ്ത് വരണം. വെയിങ് സ്കെയിൽ സെറ്റാക്കണം, അതിന് ബാറ്ററി ഇടണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാലറീസ് റീഅസസ് ചെയ്യണം. അപ്പോൾ ഡയറ്റ് മേക്കിങ്ങിന് നാട്ടിലെ ഇത് വെച്ച് വേറൊരു വീഡിയോ ചെയ്യും. കാരണം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ വന്നപ്പോഴത്തേക്കും മറ്റേ പഴയ പോലെ ജോലിയുടെ അത്ര ഇൻറ്റൻസിറ്റിയിൽ അത്ര നടക്കാനൊന്നുമില്ല. അപ്പം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എനർജി കുറവാണ് ഇനി. അപ്പോൾ അത്രയും കാലറീസ് എക്സ്ട്രാ കഴിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഫുഡാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഉള്ള അത്ര അവൈലബിലിറ്റി ഇല്ല ഇവിടെ. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റിൽ, അതായത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നൊരു ബഡ്ജറ്റിൽ മാക്സിമം ക്വാളിറ്റി ഫുഡ്സ് കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതി നോക്കുക. അപ്പം ഡയറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. തൽക്കാലം ലെറ്റ്സ് എൻജോയ് ദ കപ്പ ബീഫ് ആൻഡ് മേ ബി നമുക്കുള്ളതാണെങ്കിൽ 2 മുട്ട. ഇതായിരുന്നു എൻ്റെ മുറി. ഞാൻ പോയപ്പം എൻ്റെ അനിയൻ കയ്യേറി. അപ്പോൾ ഇനി എല്ലാം ഒന്ന് വൃത്തിയാക്കി. അവനിപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് എല്ലാം ഒരു അലങ്കോലമായിട്ട് കിടക്കുക. അതുപോലെ തന്നെ ഈ വീട് ഫുള്ള് ഈവൻ ഇൻക്ലൂഡിങ് ഇങ്ങനത്തെ ഫർണിച്ചറെല്ലാം എൻ്റെ അച്ഛൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഭയങ്കര സിംപ്ലിസിറ്റിയോടും ഈ പഴയ സ്ട്രക്ചറും അങ്ങനത്തെ കാര്യങ്ങളോടും ഭയങ്കര താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ സാധനം കാണിക്കാം. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മൾ തന്നെ പണിതതാണ്. ഇതൊക്കെ ഡിസൈൻ ചെയ്തത് ഈ സാധനങ്ങൾ, ഈ അലമാര, അതുപോലെ ഇരിക്കുന്ന ടേബിള്, പിന്നെ ഇതുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ കോട്ട്, തോർത്ത്, ഇങ്ങനത്തെ സാധനമൊക്കെ ഇടാൻ വേണ്ടിയുള്ള സാധനം. ഇനി അപ്പുറത്തോട്ട് വെച്ച് സൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ കാര്യം കാണിക്കാം. പോസ്റ്റ് ചെയ്യണോ? അത് മതി. ഞാനൊരു ആർക്കിടെക്ചർ കാണിക്കുമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇത് നമ്മൾ പണിതൊന്നുമല്ല. ഇത് ശരിക്കും ഇവിടെ നിന്നാണ് ആൻറ്റിക് പീസിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണോ അതോ? അപ്പം അങ്ങനെ എടുത്ത് പോളിഷ് ചെയ്ത് ഇപ്പം മറ്റേ പഴയ പത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കുന്നു. ഇതാണ് എൻ്റെ പൂച്ച കുഞ്ഞ്. മറ്റേ ട്രൂ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. നോക്കട്ടെ ഉണ്ടോന്ന്. ബ്രീത്ത് ഇൻ. കുഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇപ്രാവശ്യം ആദ്യം വന്നപ്പോഴും ഒരു മൈൻഡില്ലായിരുന്നു ഇനീഷ്യലി. പക്ഷെ ഇപ്രാവശ്യം പെട്ടെന്ന് സെറ്റായി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കണ്ട് മനസ്സിലായില്ലായിരുന്നു. പ്രായമായി, മീശയൊക്കെ വെളുത്തു.
കസിൻ ചേട്ടായിയുടെ വണ്ടിയാണ്. പുള്ളി ദുബായിലായതുകൊണ്ട് ഇതും തൽക്കാലം നമ്മുടെ കയ്യിൽ. പുള്ളി വരുമ്പം കൊണ്ടുപോകും, അതുവരെ നമുക്ക് ഓടിക്കാം. പണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നപ്പം ഈ ചട്ടിയിരിക്കുന്ന ചെടികളെല്ലാം നമുക്കിവിടെ ഈ ഒരു കുഞ്ഞ് സൈഡിൽ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ കുഴി കുത്തി ഇതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് അവർ നോക്കി നടത്തുന്നത്. മാത്രമല്ല ഇതിലെല്ലാം പണ്ട് നമുക്ക് ഒത്തിരി പട്ടിക്കുട്ടന്മാരുണ്ടായിരുന്നു, ഒറ്റയാളേ ഉള്ളൂ. അപ്പം ചിലവർ പറയും അത് നീയല്ലേ എന്ന്, പ്രത്യേകിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ. അവനെ കുറച്ച് കഴിയുമ്പോൾ കാണാം. അപ്പോൾ യെസ്. പിന്നെ ഞാൻ ഹോം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പുള്ളപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഇവത്തേല ഞാൻ ഇവിടുന്ന് താഴെ നിന്ന് ഒരു വീട് ഞാൻ സാമ്പിൾ കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിലെ ചുക്കിലി. ഫേസ് ട്രാക്ക് ഓൺ. ഓക്കെ. അപ്പം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് താണ്ട് ഇത് അന്നേരം എനിക്ക് ഇവിടെ വരെയൊക്കെ ഹൈറ്റ് ഉള്ളായിരുന്നുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവനെ കണ്ടോ? ഇവന് എന്നെ ഒരു പരിചയം കാണത്തില്ല. മിക്കവാറും എന്നോട് ഇപ്പോൾ ഭയങ്കര ചൂടാകുമായിരിക്കും. കടി കിട്ടുകൊണ്ട് മാറി നടക്കാം, റിസ്ക് എടുക്കണ്ട. ഇനിയുള്ള ഏരിയയിൽ ഇതിന് ലൈറ്റിൻ്റെ സ്വിച്ച് അവിടെ അകത്താണെന്ന് തോന്നുന്നു. വെട്ടം ഇച്ചിരി കുറവായിരിക്കും. എങ്കിലും ഞാനൊരു കാര്യം കാണിക്കാം. പണ്ട് ഞങ്ങൾക്ക് ഹോം ജിമ്മെന്ന് മറ്റേ നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഒരു സിംഗിൾ മെഷീൻ വരുമല്ലോ ഹോം ജിമ്മായിട്ട്. കാരണം പപ്പായ്ക്ക് പണ്ട് മസിൽസിനൊക്കെ ഒത്തിരി ഇത് വന്നിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് തിരിയുമ്പോൾ പപ്പയുടെ ബോധമൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അവർ പറഞ്ഞു മസിൽ ഡെൻസിറ്റി ഭയങ്കര കുറവാണ്, അപ്പോൾ എല്ലും ഞരമ്പും തമ്മിൽ കൂട്ടി ഉരഞ്ഞ് ഇതാകുന്ന കണക്ഷൻ കട്ടാകുന്ന അങ്ങനത്തെ രീതിയിലൊക്കെ വന്നായിരുന്നു. അപ്പോൾ ആ സമയം നമ്മൾ ഹോം ജിം ഒരു സാധനം മേടിച്ചായിരുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് കേടായി കേട്ടോ. ഞങ്ങൾ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അത് ഞാൻ പോയി കഴിഞ്ഞത് കേടായപ്പോഴും എൻ്റെ അവന്മാർ ഹോം വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ ഒരാൾ മാത്രമേ ഇവിടെ അവൻ സെറ്റ് ചെയ്തൊരു സാധനം കാണിക്കുക. അപ്പോൾ അവനെ ഹോം ജിമ്മിൻ്റെ സാധനം ഇത് കണ്ടോ, ഇങ്ങനെ വെയ്റ്റ്സും ഒത്തിരി സാധനം ഉണ്ടായിരുന്നു. അവനത് ചെയ്തേക്കുന്നത് ഇത് കണ്ടോ, മറ്റേ നമ്മുടെ കണക്ഷന് വേണ്ടി അവൻ്റെ സ്ക്രൂ ഡ്രൈവർ ഇട്ടേക്കുന്നു. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ലോഡ് ചെയ്യുന്നു അത് വെച്ച്. എന്നിട്ട് അവൻ ഈ മറ്റൊരു പുള്ളിയില്ലേ നമ്മൾ കപ്പി എന്ന് പറയുന്ന സാധനം, അതിനകത്ത് ഇതിങ്ങനെ കയറിൽ ഒരു സാധനം കെട്ടിയിട്ട്, അപ്പോൾ ഇതാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനം. പണ്ട് മെഷീനായിരുന്നു, ഇപ്പോൾ ഇതിങ്ങനെയായി. അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത് കണ്ട ഇത് വെച്ച്. അപ്പോൾ സിമ്പിളായിട്ട് ഹോം വർക്കൗട്ടുകൾ ഒത്തിരി വെയിറ്റിലല്ല, മാക്സിമം ഇൻറ്റൻസിറ്റി ആൻഡ് ടെൻഷൻ കിട്ടുന്ന രീതിയിൽ കൺട്രോൾഡായിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കും. ആ സമയത്ത് നമ്മൾ ജിം പിക്സ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന മിററാണിത്. ഇപ്പോൾ ഇതൊക്കെ നശിച്ചു, എല്ലാം നശിച്ചു. ഇനി നമുക്ക് ഉള്ള ഒരേ ഒരു പട്ടിക്കുട്ടനെ കാണാം. മക്കട് 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 മക്കട്. എടാ കള്ള, എന്നാ ഉണ്ടടാ വിശേഷമൊക്കെ? സുഖമാണ് നിനക്ക്? ഒരു ഹായ് പറഞ്ഞേ എല്ലാവർക്കും. വാല് വെച്ച് ഹായ് പറ. ഹായ് 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 ഹായ്. വേറെ അടുത്താണ് എനിക്ക് ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. അതൊരു സാഡ് സ്റ്റോറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവനെ. അവന് കിഡ്നി ഫെയിലർ വന്ന് മരിച്ചു പോയതാണ്. അപ്പുക്കുട്ട കൊത്തും. അപ്പുക്കുട്ടനെ എന്നതാവമ്മ അപ്പുക്കുട്ടനാണോടി? ഇത് എൻ്റെ തത്തയല്ല, കസിൻ്റെ തത്തയാ. കസിൻ തത്ത അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടനെ എവരിവൺ ഇൻ വൺ ഫ്രെയിം. ഇവരാണ് എൻ്റെ അനിയന്മാർ. ഇത് കണ്ടോ, ഒരു പണിയും ചെയ്യാതെ തിരിഞ്ഞ് നടന്നതാണ്. അതിലും വലിയ ഉത്തരവാദിത്തമുള്ളവരിപ്പോൾ ഇല്ല. കറക്കാം.
അപ്പം നമ്മുടെ ഈ വ്ളോഗ് എൻഡ് ചെയ്യുന്നത് 3 പേരും ഇപ്പോൾ ഇവിടെയുണ്ട്. ഞാനും എൻ്റെ 2 അനിയന്മാരും. അപ്പോൾ താണ്ടേ മരുവിടെ. അപ്പോൾ ഇവൻ നാളെ നമ്മളോട് ജിമ്മി വരുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് ഒരു നാളത്തേക്ക് കാണും. സോ ലെറ്റ് സി. അല്ല മുട്ടായി കൊതിയൻ. അതെ മുട്ടായി കൊതിയൻ. ഷുഗർ കട്ടൊക്കെ എടുക്കണം എന്നെ പോലെ. അതെ എടാ നീ ഇനി കാണിക്കുന്നത് മുട്ടായല്ല അമ്മപ്പോ അത് കിട്ടി. ഓക്കെ അപ്പോൾ നമ്മളെല്ലാവരും ഇനി 1 പീസ് കണ്ട് ഈ വ്ളോഗ് ഫിനിഷ്ഡ്. ഷുഗർ കട്ട